ലോകോത്തര ടെക് ഭീമനായ ആപ്പിൾ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി ബംഗളൂരുവിൽ 10 വർഷത്തേക്ക് ഒരു വലിയ ഓഫീസ് കെട്ടിടം പാട്ടത്തിനെടുത്തു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഏകദേശം 1010 കോടി രൂപയാണ് 10 വർഷത്തേക്ക് വാടകയായി നൽകുന്നത്. റിയൽ എസ്റ്റേറ്റ് സ്ഥാപനമായ എംബസി ഗ്രൂപ്പിന്റെ ബംഗളൂരുവിലെ വസന്ത് നഗറിലുള്ള എംബസി സെനിത്ത് കെട്ടിടത്തിലെ 2.7 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഓഫീസ് സ്ഥലമാണ് ആപ്പിൾ വാടകയ്ക്കെടുത്തിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിൽ ആപ്പിൾ വ്യവസായം വിപുലീകരിക്കുന്നതിനെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രൂക്ഷ വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ കമ്പനി ഇന്ത്യയിൽ 10 വർഷക്കാലത്തേക്ക് ഓഫീസ് കെട്ടിടം വാടകയ്ക്കെടുത്തിരിക്കുന്നത് എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. സുരക്ഷാ നിക്ഷേപമായി 31.57 കോടി രൂപ കമ്പനി നൽകിയതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. വർഷം 4.5% വാടക ഇനത്തിൽ വർധനവുണ്ടാകും. 2025 ഏപ്രിൽ 3-നാണ് കരാർ ആരംഭിച്ചത്. 1.5 കോടി രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടിയായും കമ്പനി നൽകിയിട്ടുണ്ട്. അതേസമയം ഇന്ത്യയിൽ വ്യവസായം വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി രാജ്യത്ത് എഞ്ചിനീയറിംഗ് ഓപ്പറേഷൻ ടീമുകൾ വിപുലീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ആപ്പിൾ. ഇതോടൊപ്പം തന്നെ റീറ്റെയിൽ രംഗത്തും സാന്നിധ്യം വർദ്ധിപ്പിച്ചു വരികയാണ്. മുംബൈയിലും ഡൽഹിയിലും സ്റ്റോറുകൾ ആരംഭിച്ചതിനു പിന്നാലെ ബംഗളൂരുവിലെ ഫീനിക്സ് മാൾ ഓഫ് ഏഷ്യയിൽ ഇന്ത്യയിലെ 3ാമത്തെ ആപ്പിൾ സ്റ്റോർ ആരംഭിക്കാനൊരുങ്ങുകയാണ് കമ്പനി. എന്തായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്കത്തെ മറികടക്കാൻ ടെക് ഭീമനായ ആപ്പിൾ ചാർട്ടേഡ് കാർഗോ വിമാനങ്ങൾ വഴി ഇന്ത്യയിൽ നിന്ന് 600 ടൺ ഐഫോണുകൾ അമേരിക്കയിലേക്ക് എത്തിച്ചതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. അമേരിക്കയിലെ ജനപ്രിയ ഐഫോണുകളുടെ ചരക്കു പട്ടിക വർദ്ധിപ്പിക്കാനുള്ള US സ്മാർട്ട് ഫോൺ കമ്പനികളുടെ സ്വകാര്യ തന്ത്രം വ്യക്തമാക്കുന്നതാണ് ഈ നീക്കം. ആപ്പിൾ ഉപകരണങ്ങളുടെ പ്രധാന നിർമ്മാണ കേന്ദ്രമായ ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിയെ ഉയർന്ന തോതിൽ ആപ്പിൾ ആശ്രയിക്കുന്നതിനാൽ അമേരിക്കയിൽ ഐഫോണുകളുടെ വില ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ട്രംപിന്റെ ഏറ്റവും ഉയർന്ന താരിഫ് നിരക്കായ ചൈനയ്ക്ക് മേൽ ഏൽപ്പിച്ച 125% ആപ്പിളിനും ബാധകമായിരുന്നു. അതേസമയം ചൈനയുടെ ഈ ഒരു താരിഫ് നിരക്ക് ട്രംപ് കുറച്ചിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് 26% ട്രംപ് ഭരണകൂടം പകരച്ചുങ്കം ഏർപ്പെടുത്തിയത്. എന്തായാലും പിന്നീട് 50% ഇന്ത്യക്കും മറ്റു ചില രാജ്യങ്ങൾക്കും മേൽ പകരച്ചുങ്കം ഏർപ്പെടുത്തിയ നടപടി ട്രംപ് ഭരണകൂടം താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു. അതിന് പിന്നാലെ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ട്രംപ് പിന്നെയും മുന്നോട്ടു നീങ്ങി. ഇതിനിടയിലാണ് ഇത്തരത്തിൽ 600 ടൺ ഐഫോണുകൾ അമേരിക്കയിലേക്ക് ആപ്പിൾ കയറ്റി അയച്ചിരിക്കുന്നത്. അമേരിക്കയിലെ ജനപ്രിയ ഐഫോണുകളുടെ ചരക്കു പട്ടിക വർദ്ധിപ്പിക്കാനുള്ള US സ്മാർട്ട് ഫോൺ കമ്പനികളുടെ ഈ ഒരു തന്ത്രമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ലോകോത്തര ടെക് ഭീമനായ ആപ്പിൾ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലീകരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് 10 വർഷത്തേക്ക് ഒരു വലിയ ഓഫീസ് കെട്ടിടം വാടകയ്ക്കെടുത്തിരിക്കുന്നത്.